എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം 1,80,000 രൂപ മാസവരുമാനം ലഭിക്കുന്ന ഒരു ബിൽഡിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് അതിന്റെ കംപ്ലീറ്റ് കാൽക്കുലേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർത്തും ലാഭകരമായിട്ടുള്ള ഡീൽ തന്നെയാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. 11 1 BHK അപ്പാർട്ട്മെന്റുകളുള്ള 4,600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് ആണിത്. ഇപ്പോൾ മന്ത്ലി 1,80,000 രൂപ ഇവിടെ നിന്നും റെന്റൽ ഇൻകമായി ലഭിക്കുന്നുണ്ട്. 11 അപ്പാർട്ട്മെന്റും മന്ത്ലി റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അവിടെ നിന്നും ലഭിക്കുന്ന റെന്റൽ ഇൻകമാണ് 1,80,000. ഈ ബിൽഡിംഗിന് ഉടമ ചോദിക്കുന്ന വില 2,60,00,000 രൂപയാണ്. അതായത് ഏകദേശം 9% റിട്ടേൺ ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. ഇത് കൊച്ചിയിലെ ഏറ്റവും ഉയർന്ന ഒരു റിട്ടേൺ തന്നെയാണ്. കാരണം റെന്റൽ ഇൻകം എന്ന് പറയുന്നത് എപ്പോഴും 5% താഴെയാണ് നമുക്ക് കൊച്ചി മാർക്കറ്റിൽ ലഭിക്കാറുള്ളത്. മാത്രമല്ല 1,80,000 എന്ന് പറയുന്ന ഈ റെന്റൽ ഇൻകം ഓരോ വർഷവും 15% ഇൻക്രീസ് ചെയ്യുന്നതാണ്. ആ രീതിയിലാണ് ടെനൻസുമായി എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 8 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ ഈ ബിൽഡിംഗിന് വേണ്ടി മുടക്കിയ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. കാക്കനാട് ഭാഗത്ത് വലിയ വികസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പ്രോപ്പർട്ടികളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇൻഫ്ലേഷൻ റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നോർമൽ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നെ, അതായത് 7 to 8% ഗ്രോത്ത് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ 8 വർഷത്തിന് ശേഷം പ്രോപ്പർട്ടിയുടെ വാല്യൂ 4,60,00,000 രൂപയായിരിക്കും. അഥവാ ഓരോ വർഷവും 10% അപ്രീസിയേഷൻ ലഭിക്കുന്നതെങ്കിൽ 8 വർഷം കൊണ്ട് ഈ ബിൽഡിംഗിന്റെ വാല്യൂ 5,36,00,000 രൂപയെങ്കിലും ആവുന്നതാണ്. ഇത് വാങ്ങാനുള്ള പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുത്ത് വാങ്ങാവുന്നതാണ്. 60% വരെ ലോൺ ലഭിക്കുന്നതാണ്. അതായത് 1.5 കോടി രൂപ വരെ നിങ്ങൾക്ക് ഇത്തരം ബിൽഡിങ്ങുകളിൽ ലോൺ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് 15 വർഷത്തേക്കാണ് ഇത്തരം ബിൽഡിങ്ങുകൾക്ക് മാക്സിമം ലോൺ ലഭിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ മന്ത്ലി EMI ആയി വരുന്നത് 1,45,500 രൂപയാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ വരുമാനം തന്നെ 1,80,000 ഉണ്ട്. 1.5 കോടി 15 വർഷത്തേക്ക് നിങ്ങൾ ലോൺ എടുത്താൽ 8% പലിശയ്ക്കാണ് ലഭിക്കുന്നതെങ്കിൽ മൊത്തം നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത് 2.5 കോടി രൂപയാണ്. അതായത് ലോൺ അടക്കം അപ്പാർട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് ഏകദേശം 3.5 കോടി രൂപയായിരിക്കും. 15 വർഷം കൊണ്ടാണ് ഈ 3.5 കോടി രൂപ അടയ്ക്കുന്നത്. എന്നാൽ കാക്കനാടിലെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഇയർലി 10% അപ്രീസിയേഷൻ ലഭിക്കുകയാണെങ്കിൽ തന്നെ 8 വർഷം കൊണ്ട് തന്നെ ബിൽഡിംഗിന്റെ വാല്യൂ 5,36,00,000 രൂപയെങ്കിലും ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ബിൽഡിംഗ് ലോൺ എടുത്ത് വാങ്ങുകയാണെങ്കിൽ 8 വർഷത്തിനുള്ളിൽ മറച്ചു വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് കൂടി പറഞ്ഞുതരാം. 8 വർഷം കൊണ്ട് ഏകദേശം ലോണിലേക്ക് നിങ്ങൾ 1 കോടി രൂപ മന്ത്ലി EMI ആയി അടച്ചിട്ടുണ്ടാവും. മാത്രമല്ല 1 കോടി രൂപയെങ്കിലും ലോണിന്റെ ബാലൻസ് ആയി, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആയി ബാക്കിയുണ്ടാവും. നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആയി ഓൾറെഡി 1 രൂപ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ മൊത്തം 3 കോടി രൂപയാണ് 8 വർഷം കൊണ്ട് ഈ ബിൽഡിങ്ങിന് വേണ്ടി ലോണിന്റെ പലിശ അടക്കം നിങ്ങൾ അടച്ചു തീർത്തിട്ടുണ്ടാവുക. 8 വർഷം കഴിഞ്ഞ് മറിച്ചു വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെലവായത് 3 കോടി രൂപയും, എന്നാൽ ബിൽഡിങ്ങിന്റെ വാല്യൂ 5 കോടിക്ക് മുകളിലാണ്. 5 കോടിക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാൻ സാധിച്ചാൽ 2 കോടി രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ 1 കോടി രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് കൊടുത്ത ബിൽഡിങ്ങിന്റെ വാല്യൂ 8 വർഷത്തിന് ശേഷം 5 കോടി രൂപയാകുന്ന ഒരു മാജിക് ആണത്. ഒരു കാര്യം ഓർക്കുക, EMI അടയ്ക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുന്നത് 1 കോടി രൂപയാണ്. 8 വർഷത്തിന് ശേഷം ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷൻ സംഭവിക്കില്ലേ എന്നുള്ള ന്യായമായ സംശയം നിങ്ങൾക്ക് വരാം. പക്ഷേ വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ബിൽഡിങ്ങിന് ഡിപ്രീസിയേഷൻ വരില്ല. കാരണം ഇത്തരം ബിൽഡിങ്ങുകൾക്ക് 10-15 വർഷത്തിന് ശേഷം മാത്രമാണ് വലിയ രീതിയിലുള്ള ഡിപ്രീസിയേഷൻസ് വരുന്നത്. അതുകൊണ്ട് മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ്. ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.